السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയുടെ 93-ാമത്തെ ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇന്ന് ഈ ആയത്തിന്റെ 2-ാമത്തെ ക്ലാസ്സിൽ ഇവിടെ ഈ ആയത്തിൽ പ്രതിപാദിച്ച വിഷയങ്ങൾ തഫ്സീർ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിയരെ കുറിച്ച്, അവർ അല്ലാഹുവോട് ചെയ്ത ഒരു കരാറിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങിയിട്ടുള്ളത്. വഇദ് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖകുമുത്തൂർ, നിങ്ങളോട് നാം കരാർ വാങ്ങുകയും നിങ്ങൾക്ക് മീതെ തൂർ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ വേദഗ്രന്ഥമായ തൗറാത്ത്, ആ തൗറാത്ത് അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന വളരെ സുപ്രധാനമായ ഒരു കരാർ സിനാ മരുഭൂമിയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഈ തൂർ പർവ്വതത്തെ ഇസ്രായേൽ ജനതയ്ക്കു മീതെ ഒരു കുടയെന്നോണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഗാംഭീര്യവും മഹത്വവും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ഈ യഹൂദികളിൽ നിന്ന് അള്ളാഹു കരാർ വാങ്ങിയിരുന്നു. അള്ളാഹുവുമായുള്ള ഈ കരാറിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയിൽ നിന്ന് കരാർ വാങ്ങുന്നത്. ഇതിനു മുമ്പ് സൂറത്തുൽ ബഖറയുടെ 63-ാമത്തെ ആയത്തിൽ വളരെ വിശദമായി കൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത, നമ്മൾ പഠിച്ച ഒരു വിഷയമാണ് ഇത്. അവിടെ ആ തൂർ പർവ്വതത്തെ അവർക്കും ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരോട് പറയുന്നത്, ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഉ, നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ബലമായി പിടിക്കുകയും കേൾക്കുകയും ചെയ്യുവീൻ എന്നാണ്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വം നൽകിയ, ഇസ്രായേൽ ജനതയിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാരിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാനായ പ്രവാചകൻ, ആ പ്രവാചകനിലൂടെ അള്ളാഹു ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ ഒരു മഹത്തായ വേദഗ്രന്ഥമാണ് തൗറാത്ത്. അള്ളാഹു നൽകിയ ഈ തൗറാത്ത് അത് നിങ്ങൾ മുറുകെ പിടിക്കണം, ബലമായി തന്നെ പിടിക്കണം, അതിലുള്ള നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജനതയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സഹോദരങ്ങളെ, ആ സമയം ഈ ജനത പറഞ്ഞ വർത്തമാനം എന്താ? ഖാലു, അവർ പറഞ്ഞു, സമിഅനാ വഅസൈനാ, ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് ആ ജനത പറഞ്ഞത്. ഇത് വലിയ ധിക്കാരം നിറഞ്ഞ സംസാരമാണ് സഹോദരങ്ങളെ. തൗറാത്ത് അനുസരിക്കാതെ മൂസാ നബി അലൈഹിസ്സലാമിയോട് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് യഹൂദികൾ പ്രവർത്തിച്ചിരുന്ന ഈ തിന്മകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴായി അള്ളാഹുവുമായി എടുത്ത കരാറുകൾ ഇവർ പാലിക്കപ്പെടാതിരുന്നപ്പോൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ അതിരുകടന്നുകൊണ്ട് ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ, അപ്പോഴാണ് അള്ളാഹു അവർക്ക് മീതെ തൂർ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് കരാറ് വാങ്ങുന്നത്. മേലിൽ തൗറാത്ത് അനുസരിച്ചുകൊണ്ട്, തൗറാത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന കരാർ ഇസ്രായേൽ ജനതയിൽ നിന്ന് വാങ്ങുന്നത് സഹോദരങ്ങളെ ആ സന്ദർഭത്തിലാണ്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവർ പഴയതുപോലെ തന്നെയായി എന്നതാണ് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ ഫസാദുകൾ ഉണ്ടാക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത കൂട്ടരായി അവർ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ബനു ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് ചെയ്ത കരാറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സമൂഹം പ്രതികരിക്കുന്ന വർത്തമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഖാലൂ, അവർ പറഞ്ഞു, സമിഅനാ വഅസൈനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്.
തൗറാത്തിലെ നിയമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് തൗറാത്തിലെ കൽപ്പനകൾ, ആ കൽപ്പനകളെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി കേട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതെല്ലാം കാതുകൊണ്ട് കേട്ടുകൊള്ളാം, പക്ഷേ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറില്ല എന്നാണ് യഹൂദികൾ ഈ വിഷയ സംബന്ധമായി എടുത്ത നിലപാട്. സഹോദരങ്ങളെ, വാക്കുകളിലും പ്രവർത്തികളിലും തനി ധിക്കാരവും ധാർഷ്ട്യവും പ്രകടിപ്പിച്ചുകൊണ്ട് മൊത്തത്തിൽ അനുസരണക്കേടിന്റെ ഒരു ദുഷിച്ച മാതൃക ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ പരതിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാം നൽകിയ ഈ തൗറാത്ത് അത് നിങ്ങൾ ബലമായി പിടിക്കുകയും അതിലുള്ള കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമിഅനാ വഅസൈനാ എന്ന് പറഞ്ഞത്, അതായത് ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, അതോടൊപ്പം ഞങ്ങളിതാ അനുസരണക്കേട് കാണിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ അതവരുടെ ധിക്കാരത്തിന്റെ ഒരു നീണ്ട ചരിത്രം തന്നെയാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.